നമുക്ക് വളരെ വേഗം ദൈവവചനം തുറക്കാം. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീക ദൂതിലേക്ക് വരാം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. വിലാപങ്ങളുടെ പുസ്തകം എവിടാന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവ്, ഇരമ്യാവ്, വിലാപങ്ങൾ, യെഹെസ്കേൽ. ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ വചനം വായിച്ച് കേൾക്കാം. രാത്രിയിൽ യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലക്കിലൊക്കെയും വിശപ്പുകൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. മതി. നല്ല വാക്യത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം ഇരമ്യാ പ്രവാചകൻ എഴുതി എന്നാണ് പൊതുവെ വിശേഷിക്കപ്പെടുന്നത്. അത് എഴുതുവാനുണ്ടായ സാഹചര്യം, ജനത്തിൻ്റെ ആലയം നഷ്ടപ്പെട്ടു, ആരാധന നഷ്ടപ്പെട്ടു, ജനം ബന്ധിക്കപ്പെട്ടു, ഒരു വല്ലാത്ത പരിതസ്ഥിതിയിൽ ഇരിക്കുമ്പോൾ ഇരമ്യാവിനെ ബൈബിളിൽ വിളിപ്പിക്കുന്ന കണ്ണുനീരിൻ്റെ പ്രവാചകൻ. താൻ ഒരു ഭാഗത്ത് പറയുന്നൊരു ഭാഗമുണ്ട്, സ്തോത്രം, കരയാൻ എൻ്റെ തലയെ വെള്ളം കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഇരമ്യാവിനുണ്ട്. കാരണം സ്തോത്രം, ഒരു ദൈവപൈതനെ സംബന്ധിച്ച് ഏറ്റവും വിലയേറിയത് അവൻ്റെ കണ്ണുനീരാ. എന്താണ് അവൻ്റെ? അതുകൊണ്ടാണ് ബൈബിളിൽ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് നടന്നെങ്കിൽ അതേ സ്ഥാനത്ത് കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരും. ചിലരൊക്കെ പറയത്തില്ലയോ, ഞാൻ ഈ വീട്ടിൽ ഇരുന്ന് കരഞ്ഞതാ. സ്തോത്രം. ഞാൻ ഒരു വീടിൻ്റെ ഡെഡിക്കേഷന് വേണ്ടി പോയപ്പം ആ വീട്ടിലെ അമ്മച്ചി എന്നെ ആ വീട്ടിൽ നിന്ന് വിളിച്ച് കൈക്ക് പിടിച്ചുകൊണ്ട് വെളിയിൽ പോയി. സ്തോത്രം. ആ പറമ്പിൻ്റെ അങ്ങേ അറ്റത്ത് കൊണ്ടുപോയിട്ടൊരു കൊച്ചു കുടിലിൻ്റെ അവിടെ ചെന്നേച്ച് പറഞ്ഞു, ഈ കുടിലിരുന്ന് ഈ അമ്മ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ മറുപടിയാ ഈ ദേശം കാണുക ഉയർന്നു നിൽക്കുന്നത്. ദൈവസന്നിധിയിൽ കണ്ണുനീരിന് ബൈബിളിൽ ഭയങ്കര വിലയുണ്ട്. പോട്ടെ, ഞാൻ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. അങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജനത്തിനിടയിൽ പ്രവചിക്കാൻ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് ഇരമ്യാവ്. ഇരമ്യാ പ്രവചനം എഴുതിയിട്ട് എന്തിനാണ് വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറഞ്ഞ ഇതൊരു ദൈവത്തിന് സ്വന്തം ഒരു കവിത പോലെ എഴുതിയിരിക്കുക. ദുഃഖമല്ല, ഒരു പാട്ട് പോലെ, കവിത പോലെ ഞാൻ എഴുതിയിരിക്കുക. അതിനകത്ത് ജനത്തെ പ്രബോധിപ്പിക്കുന്ന ഒരു ഭാഗമാ, നിങ്ങൾ അകപ്പെട്ട പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനായി രാത്രിയുടെ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക. ഹല്ലേലൂയ. നമുക്ക് ആ വാക്യം ഒരിക്കൽ കൂടെ ഈ ആശയം മനസ്സിൽ വെച്ചുകൊണ്ടെന്ന് വായിക്കാം. 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. രാത്രിയിൽ യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലക്കിലൊക്കെയും വിശപ്പുണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. ഈ വാക്യത്തിനകത്തുനിന്ന് 3 ആത്മീക സന്ദേശങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരാം. 1, നിങ്ങൾ എഴുന്നേറ്റ് നിലവിളിക്കുക. 2, നിങ്ങൾ എഴുന്നേറ്റ് ഹൃദയം കർത്തൃസന്നിധിയിൽ പകരുക. 3, നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായി നിലവിളിക്കുക. വളരെ മണിക്കൂറുകൾ നിന്ന് പ്രസംഗിക്കാൻ പറ്റിയ ഒരു ആത്മീയ ആശയമാണ് നമ്മളിവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ നിലവിളി എന്ന പദം, നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ നിലവിട്ട് വിളിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം മറന്ന് ദൈവത്തോട് ഇഴുകിച്ചേരുന്ന അനുഭവത്തെയാണ് നിലവിളി എന്ന് പറയുന്നത്. നമ്മളാരും മനുഷ്യരുടെ മുമ്പിൽ നിലവിളിക്കാറില്ല. ഉണ്ടോ? നിങ്ങളാരും മനുഷ്യരുടെ മുമ്പിൽ നിലവിളിക്കുന്നവരാണോ? അല്ല. കാരണം മനുഷ്യരുടെ മുമ്പിൽ നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. സ്തോത്രം. നാട്ടുകാരെന്തോ പറയുന്നറിയോ? വലിയ പൊങ്ങച്ചം പറഞ്ഞ പാർട്ടി അതുകൊണ്ട് ഇപ്പം കരഞ്ഞു കൂവിക്കൊണ്ട് നടക്കുന്നു. നമ്മൾ നിലവിളിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? വാതിൽ അടച്ചിട്ടിട്ട് കർത്താവിൻ്റെ അടുക്കലോട്ട് ചെന്ന് നമ്മൾ നിലവിളിക്കും. അതിൻ്റെ കാരണം എന്താ? നിങ്ങൾക്ക് ബൈബിൾ അറിയാമോ? പ്രാർത്ഥന, കണ്ണുനീർ, ധർമ്മം, നിലവിളി, ഇതിൻ്റെ എല്ലാം പ്രത്യേകത ബൈബിളിലെ വാക്ക് പറയാം, ഇതെല്ലാം ദൈവസന്നിധിയിൽ എത്തുവന്ന്. ഇതെല്ലാം
ദൈവസന്നിധിയിൽ എത്തുമെന്ന. നമ്മളൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാൽ അത് ദൈവസന്നിധി എത്തുമെന്നില്ല. സ്തോത്രം. നമ്മൾ കുറച്ച് പരാതി ഒരാളോട് പറഞ്ഞാൽ അത് ദൈവസന്നിധി എത്തുമെന്നില്ല. പക്ഷേ പ്രാർത്ഥന ദൈവസന്നിധി എത്തും, നിലവിളി ദൈവസന്നിധി എത്തും, കണ്ണുനീർ ദൈവസന്നിധിയിൽ എത്തും. എല്ലാം ബൈബിളിൽ വാക്യമുണ്ട്. ചില വാക്യം ഞാൻ പറയാം, എഴുതിക്കോ. അപ്പോസ്തലപ്രവൃത്തി 10:4 നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തി. 1 ശമൂവേൽ യെശയ്യാ പ്രവചനം 38:5 നിന്റെ പ്രാർത്ഥനയും കണ്ണുനീരും ദൈവസന്നിധിയിൽ എത്തി. 1 ശമൂവേൽ 9:16 നിന്റെ നിലവിളി ദൈവത്തിന്റെ അടുക്കൽ എത്തി. ഇനി ദൈവസന്നിധി എത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് നിലവിളി എന്ന വിഷയത്തിലേക്ക് വരേണ്ടത് കൊണ്ടാണ് ഈ സന്ദേശം ഇങ്ങനെ പറയുന്നത്. സ്തോത്രം. നമുക്ക് നല്ല വണ്ടിയൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്. സ്തോത്രം. ഇപ്പോഴുള്ള എല്ലാ വണ്ടികളും നല്ല AC ഉള്ള വണ്ടികളാണ്. നമ്മൾ ഒറ്റക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടിട്ട് നിങ്ങൾ ദൈവത്തോട് നിലവിളിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നിനക്ക് നല്ല വീട് ദൈവം തന്നിട്ടുണ്ട്. ആ വീടിന്റെ മുറിയിൽ നീ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരിക്കലെങ്കിലും നീ ഒന്ന് നിലവിളിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നത്തെ പ്രസംഗം തുടങ്ങുക. ഇരമ്യാവ് പറയുക, കണ്ണുനീരിന്റെ പ്രവാചകം പറയുക, രാത്രിയുടെ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റും നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ കയറി പറയാം. കർത്താവ്, ഇപ്പോൾ അകപ്പെട്ട ഈ പ്രതിസന്ധിക്ക് അകത്തു നിന്ന് നിന്നെ വിടുവിക്കാൻ ആർക്കും പറ്റത്തില്ല. പക്ഷെ നിന്റെ നിലവിളിക്ക് നിന്നെ വിടുവിക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു മനുഷ്യരോട് നിലവിളിക്കത്തില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാമോ? മനുഷ്യർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിലവിളിക്കുന്ന ഒരു ഭക്തൻ ഉറപ്പുണ്ട്, എന്നെ സഹായിക്കാൻ ദൈവത്തിന് കഴിയും. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചോ, ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചേ. നിന്നെ സഹായിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചേ. സ്തോത്രം, സ്തോത്രം. ഞാൻ ഇന്ന് വിളിക്കുന്ന ചിലരോട് തുടക്കത്തിൽ തന്നെ പറയാം, ഹല്ലേലൂയ, മനുഷ്യര് സഹായിക്കുന്നതും ദൈവം സഹായിക്കുന്നതും രണ്ടാണ്. മനുഷ്യര് സഹായിച്ച കണക്കുണ്ട്, ദൈവം സഹായിച്ച കണക്കില്ല. അബ്രഹാം തുരുത്തി വെള്ളം കൊടുത്താൽ ഒരു തുരുത്തിയേ കൊടുക്കത്തുള്ളൂ. പക്ഷെ ദൈവം കൊടുത്താൽ ഇന്നും വറ്റാത്ത ഉറവയാ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റുമോ? അളവ് വെച്ച് വേണോ അളവില്ലാതെ വേണോ? ഒരാമീൻ വരുന്നില്ല. ചിലരൊക്കെ ചോദിക്കും, എപ്പോഴും ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ ബൈബിളും എടുത്ത് പോകുന്ന എന്തിനാ? മറുപടി ഞാൻ പറയാം. എപ്പോഴും ദൈവം എന്ന് പറഞ്ഞു പോകുന്നതിൻ്റെ അർത്ഥം, നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഇല്ലെന്ന് പറയും, നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ കണക്ക് വെക്കും. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത ഒരിക്കലും ഇല്ലെന്ന് പറയത്തില്ല. അവൻ തന്നാൽ കണക്കില്ലാതെ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാൻ ഇന്ന് പ്രസംഗത്തിൽ തുടക്കത്തിലേ പറയാം, ദൈവം അളവില്ലാതെ നിനക്ക് തരട്ടെ, കണക്കില്ലാതെ നിനക്ക് തരട്ടെ. ഇന്ന് പകൽ നിലവിളിക്കുന്നവന്റെ പ്രാഗൽഭ്യം എന്താണെന്നറിയാമോ? എൻ്റെ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചിലർക്കൊക്കെ ഭയങ്കര ധൈര്യ. ഞാൻ നിലവിളി എന്ന് പറഞ്ഞാൽ ചുമ്മാ കിടന്ന് അയ്യോ അലറുന്ന കാര്യമല്ല പറയുന്നേ. നിങ്ങൾ ശ്രദ്ധിക്കണം, മുറിക്കാത്തൊരു അയ്യോ ദൈവമേ എന്ന് പറഞ്ഞ് കമന്ന് വീഴുന്ന കാര്യമല്ല പറഞ്ഞത്. നിലവിളി എന്ന് പറഞ്ഞാൽ ഒരുത്തൻ പ്രാർത്ഥനയിൽ കയറുമ്പോൾ അവൻ നിലയങ്ങ് വിടും. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക, നിലവിളിക്കുന്നവൻ മറുപടി തരാൻ ശക്തനാണെന്ന് നിലവിളിക്കുന്നവന്റെ അകത്ത് ഉറപ്പ് വരുമ്പോഴാ നിലവിളിക്ക് ആക്കം വർദ്ധിക്കുന്നത്. ഓ ഹല്ലേലൂയ. നമുക്ക് വചന വെളിപ്പാടിലോട്ട് വരാം. ഇരമ്യാവ് ജനത്തോട് പ്രവചിക്കുക. കണ്ടോ, രാത്രിയുടെ യാമാരംഭത്തിങ്കൽ, ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ, അതെപ്പോഴാ? രാത്രിയെ 4 യാമങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് വൈകിട്ട് 6 മണി തൊട്ട് 9 വരെ. രണ്ടാമത്തെ യാമം 9 തൊട്ട് 12 വരെ. മൂന്നാമത്തെ യാമം 12 തൊട്ട് 3 വരെ. നാലാമത്തെ യാമം 3 തൊട്ട് 6 വരെ. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കാൻ പറഞ്ഞാൽ സ്വത്രം സന്ധ്യ തുടങ്ങുമ്പോഴേ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്വത്രം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചേ, നിലവിളിച്ച മറുപടി ഉണ്ടോ എന്നൊന്ന് ചോദിച്ചേ. അവരെന്തുവാ പറയുന്നത് നോക്കട്ടെ. ഹല്ലേലൂയ. ഈ ബൈബിള് മുഴുവൻ നമ്മൾ പഠിക്കണം. ബൈബിള് മുഴുവൻ നമ്മൾ പഠിക്കണം. ദൈവത്തിന്റെ മുമ്പിൽ ആര് നിലവിളിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം മറുപടി ഉണ്ടായിട്ടുണ്ട്.
അസാധ്യതകൾ മുമ്പിൽ വരുമ്പോൾ നടക്കത്തില്ലെന്ന് പറയാനല്ല, നിലവിളിയിലൂടെ മറുപടിയെ സ്വീകരിക്കണം. ഓ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധന്മാർ പറയാം, നിന്റെ പ്രാർത്ഥനയ്ക്ക് വ്യക്തതയുള്ള ഉത്തരം ഈ ദിവസങ്ങളിൽ തരാൻ പോവാ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിന്റെ ദൈവം ആരാന്നറിയണം. ഓ ഹല്ലേലൂയ. നീ ആരാധിക്കുന്ന ദൈവം ആരാന്നറിയണം, നീ പ്രാർത്ഥിക്കുന്ന ദൈവം ആരാന്നറിയണം. എന്നാലേ നിനക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂ. സ്തോത്രം, സ്തോത്രം. അപ്പം ഇവിടെ എഴുതിയിരിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, എങ്ങനെയാ നിലവിളിക്കേണ്ടത് അവിടെ എഴുതിയിരിക്കുക. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കാം. യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കാം. ഇനി ബൈബിൾ നമ്മളൊന്ന് പഠിച്ചാലേ 18-ാം സങ്കീർത്തനം നമുക്കൊന്ന് എടുക്കാം. സ്തോത്രം. വചനത്തിലോട്ട് നമ്മൾ കയറുക. 18-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 18-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്റെ അപേക്ഷ കേട്ടു. തിരുമുൻപിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തി. ഈ 18-ാം സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ പറയുക, എനിക്ക് കഷ്ടത വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവല്ല, ആ കഷ്ടതയ്ക്ക് നടുവിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. സ്തോത്രം. ഈ പ്രതിസന്ധികളൊക്കെ മനുഷ്യന് വരുമ്പം ദൈവം ആ വ്യക്തിയെ കൈവിട്ടെന്നൊന്നും അല്ല അതിനർത്ഥം. ആ പ്രതിസന്ധിക്ക് നടുവിൽ നീ വിളിക്കുന്ന ദൈവത്തിന് ഉത്തരം തരാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യം നിന്നെ ഭരിക്കുമ്പോഴാ നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തോന്നുന്നേ. ഒരാമയും പറഞ്ഞാട്ട്. ഏതു വലിയ പ്രതിസന്ധിയെ നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം. ഈ യബേസിന്റെ പ്രാർത്ഥന വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്ഥാനം പിടിച്ചു പറ്റാൻ കാരണം എന്നാണെന്നറിയോ? പറയാം. ദൈവത്തിന് സ്തോത്രം. അവന്റെ സാഹചര്യം ഒരുത്തർക്കും പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷേ ആ സാഹചര്യത്തെ ഓവർകം ചെയ്ത് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദുഃഖപുത്രൻ എന്ന് പേര് വീണവൻ പ്രാർത്ഥനയിലൂടെ മാന്യനായി മാറി. ഒരാമയും പറഞ്ഞു തുടങ്ങണം. അപ്പം ചിലർ പറയും, ഏത് പാസ്റ്റർ വന്നാലും ഏത് പ്രസംഗം വന്നാലും പ്രാർത്ഥനയുടെ കുറവാ പറയുന്നത്. ഇന്നും ഞാൻ പ്രസംഗിക്കുന്നത് എന്തിന്റെ കുറവാ? പ്രാർത്ഥനയുടെ കുറവാ. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ കുറെ പ്രാർത്ഥനയ്ക്ക് മാറി മാറി പോകുന്ന കാര്യമല്ല, നിന്റെ പേഴ്സണൽ പ്രയറിന്റെ കാര്യമാണ് പറയുന്നത്. യബേസിന്റെ ധൈര്യം കൊണ്ടോ അവൻ 4 കാര്യം പ്രാർത്ഥിച്ചു. ബൈബിളിലേക്ക് ആ 4 കാര്യവും ദൈവം അവന് കൊടുത്തു. ഒരാമയും പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, നീ പ്രാർത്ഥിക്കുന്ന കാര്യം അതുപോലെ നടക്കുമെന്ന് പറ. ഈ ദിവസങ്ങളിൽ നിന്റെ വീട് ചില ദൈവപ്രവൃത്തിക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുക. നീ പ്രാർത്ഥിക്കുന്ന കാര്യം ഒന്ന് മനസ്സിൽ പറഞ്ഞ അതുപോലെ നടക്കും. നീ ഉപവസിക്കുന്ന കാര്യം അതുപോലെ നടക്കും. നീ കണ്ണുനീരൊഴുക്കുന്ന കാര്യം അതുപോലെ. അവിടെ ഇരിക്കുക, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് എന്ത് ചെയ്തു? എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്റെ അപേക്ഷ കേട്ടു. തിരുമുൻപിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തി. തിരുമുൻപിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന. പിന്നെ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. ഈ പ്രാർത്ഥന എത്തിയപ്പോൾ സംഭവിച്ചത്, യഹോവ ആകാശം ചായിച്ചിറങ്ങി, കൂരിൽ അവന്റെ കാൽക്കീഴിലായി, തീക്കനലും ആലിപ്പഴും അവന് മുമ്പിൽ പൊഴിഞ്ഞു. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. എന്നോട് പോരാടിയവൻ എന്നിലും ബലമേറിയവനായിരുന്നു, പക്ഷെ ആ കൈ എന്നെ പിടിച്ചുയർത്തി. ഓ ഹല്ലേലൂയ. അപ്പം നിന്നെ തകർക്കത്തക്ക പ്രതിബന്ധങ്ങളും കഷ്ടതകളും നിന്നെ കയറി പിടിച്ചാൽ ലവലേശം വിട്ടുകൊടുക്കരുത്. നിന്റെ കണ്ണുനീരിന് സ്ഥിതി മാറ്റാൻ പറ്റും. നിന്റെ നിലവിളി യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഒരിക്കല് ഒരു കർത്തൃദാസന്റെ സഭയിൽ ശുശ്രൂഷിക്കാൻ പോയി. പേരൊക്കെ യോഗം കഴിഞ്ഞ് വേണേ എന്നോട് ചോദിച്ചാൽ മതി. റജി എന്നാ പാസ്റ്റർ പേര്. ഇനി അതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം. കർത്താവിന്റെ സ്തോത്രം. അദ്ദേഹം സഭാചാർജിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ബോൺ ക്യാൻസർ വന്നു. കർത്താവിന്റെ സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, അന്ന് വലിയ ട്രീറ്റ്മെന്റ് എന്നുള്ള സമയമല്ല. ഭാര്യയോട് പറയും, ജനലിലോട്ട് 2 കൈയും കെട്ടാൻ പറയും. കെട്ടിവെച്ച് തിളച്ച വെള്ളം തൻ്റെ മുട്ടിനോട്ട് ഒഴിക്കാൻ പറയും. അദ്ദേഹം പറഞ്ഞു, പൊള്ളിയിട്ട് കിടന്ന് നിലവിളിക്കുക. എന്നാലും സഹിച്ചുകൊണ്ടിരുന്ന വേദനയ്ക്ക് ഒരു ശകലം ആശ്വാസമുണ്ട്. ഭാര്യയോട് പറയും, കെട്ടടിച്ചു വിളിച്ച് നീ പോയി വാതിലടച്ചോ,
ഞാൻ സഭാഹോളിൽ കിടന്ന് കരയാൻ പോവുക. ആ മനുഷ്യൻ അങ്ങനെ സഭാഹോളിൽ കിടന്ന ദിവസങ്ങൾ കരഞ്ഞു. ഒരു ദിവസം തന്നെ ദൈവം സൗഖ്യമാക്കി. ഒരു ആമീൻ പറയണം. ഞാൻ നിന്നോട് പറയാം, നിന്നെ തീർക്കാനാ കഷ്ടത വന്നത്. പക്ഷെ ആത്മാവ് പറയാം, നിന്റെ നിലവിളിക്ക് സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയും. നിന്റെ അകത്തെ പ്രാർത്ഥന മനുഷ്യന് ഇന്ന് ഉണരട്ടെ. നിന്റെ കുടുംബത്തിന്റെ ഗതികേടും ഓ നന്ദി കർത്താവേ. എവിടൊക്കെയോ ദൈവകൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ നമുക്ക് വളരെ വേഗം ദൂതിലോട്ട് വരിക. എന്നോട് കർത്താവിന്റെ ആത്മാവ് ഒരു ദൂത് പറയുന്നു. ആമീൻ. നീ ഒന്ന് എഴുന്നേറ്റ് നിലവിളിച്ചാൽ നിനക്ക് ഈ ദിവസങ്ങളിൽ പരിഹാരം ഉണ്ട്. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. ഈ 77-ാം സങ്കീർത്തനം എഴുതിയത് ആസാഫാണ്. ആസാഫ് 77-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തില് എങ്ങനെ നിലവിളിക്കുന്ന ആസാഫ് പറയുന്ന ഒരു ഭാഗം അവിടെ ഉണ്ട്. കർത്താവിന് സ്തോത്രം. ഞാൻ എന്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. ആസാഫ് പറയാ, ഞാൻ എന്റെ ദൈവത്തോട് നിലവിളിക്കും. എന്നിട്ട് അടുത്ത് പറയാ, എന്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. നാട്ടുകാർ കേൾക്കുന്നത് എന്റെ വിഷയമല്ല, വീട്ടുകാർ കേൾക്കുന്നത് എന്റെ വിഷയമല്ല. ഞാൻ ശബ്ദമുയർത്തി. ഒരാമീൻ വരുന്നില്ല. നിങ്ങൾക്കറിയോ, എനിക്ക് ഏറ്റവും ബൈബിളിൽ ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്. ഞാനത് നിങ്ങളോടൊന്ന് പറയട്ടെ. ഒരു മനുഷ്യനെ ബൈബിളിൽ പറയുന്നുണ്ട്. അവന്റെ പേര് ബർത്തിമായി എന്ന് പറയുന്ന ഒരു മനുഷ്യനാ. അവന്റെ അസുഖം എന്താണെന്നറിയോ? പറയോ? കുരുടനാ. കണ്ണിന് എന്തില്ല? കണ്ണുണ്ട്, പക്ഷെ എന്തില്ല? നിങ്ങൾക്കറിയോ, ഈ കാഴ്ചയെ കുറിച്ച് പറയാം, നല്ല കാഴ്ച ഉള്ളത് തന്നെ ഒരു വലിയ അനുഗ്രഹം. ഒരാമീൻ വരുന്നില്ല. ഈയിടെ ഒരു മോനെ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന് ഇരുത്തുമ്പം അവൻ എന്നോട് ചില കാര്യം പറയാനാ വന്നേ. സ്തോത്രം. അവൻ മുമ്പിൽ 2 കണ്ണാടി, ഒരു കണ്ണാടി മുഖത്തും വെച്ചേക്കുവാ. സ്തോത്രം. അവൻ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ ഒരു കണ്ണാടി വെച്ച് എന്നോട് സംസാരിക്കും. ഇച്ചിരി നേരം കഴിയുമ്പം അവനൊരു ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വായിക്കാനായിട്ട് അടുത്ത കണ്ണാടി തുറന്ന് ലെറ്റർ വായിക്കും. ജീസസ്. എന്നിട്ട് വേറൊരു കണ്ണാടി വെച്ച് ദൂരെ നിൽക്കുന്ന ഒരാളെ നോക്കട്ടെ, ദാണ്ട് ആ മനുഷ്യനെ പോലെ 3 കണ്ണാടി വേണം. ഞാൻ ദൈവത്തെ ചോദിച്ചു, കർത്താവേ, നമുക്കൊക്കെ തന്ന കാഴ്ച എന്നാ കാഴ്ചയാ? നിങ്ങളാരും മിണ്ടുന്നില്ല. തന്നതിനേലും ഇന്ന് സ്തോത്രം പറഞ്ഞു വെച്ച് പോകണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് നിലവിളിക്കും. ഈ മനുഷ്യന്റെ കാര്യം പറയാ. ഇവൻ കുരുടനാ, ഇവന് കാഴ്ചയില്ല. ഇവന്റെ അപ്പന്റെ പേര് പറയോ? തിമായി. തിമായിയുടെ മകനായ ബർത്തിമായി. ഇവൻ ഭിക്ഷയെടുക്കുക. ഈ ഗതികെട്ട ഭിക്ഷയെടുക്കും. കാരണം വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മിടുക്കൊന്നും വലിങ്ങനെ ഇരിക്കുന്നേ. വലിയ വലിയ വീട്ടിലെ അച്ഛന്മാരുടെ പിള്ളേരൊക്കെ, സ്തോത്രം, അവർക്ക് ദൈവത്തെ ഒന്നും ഇഷ്ടമല്ല. ഈയിടെ ഞാനൊരു ഫാമിലിയുമായിട്ട് സംസാരിച്ചപ്പോൾ അവിടുത്തെ മോൻ എന്നോട് പറയുക, ദൈവം അങ്ങനൊന്നും ഇല്ലെന്നേ. ദൈവം അങ്ങനൊന്നും. ഞാൻ പറഞ്ഞടാ മോനെ, എത്രയോ പിള്ളേർ അനാഥരായി ജനിക്കുന്നു. സ്തോത്രം. നീ എന്തോ മഹാഭാഗ്യം കൊണ്ട് ഈ അപ്പന്റെ മോനായിട്ട് ജനിച്ചതാ. നീ അനാഥനായിരുന്നേലോ. ജനിക്കുന്നതിന് മുമ്പ് ഇന്നപ്പന്റെ മോനായിട്ട് ജനിക്കാൻ പറ്റുമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? പറ്റുമായിരുന്നേ എല്ലാവരും ടാറ്റാടെയും ബെർലാടെയും പിള്ളേരായാലും. നിങ്ങളാരും മിണ്ടുന്നില്ല. അല്ലെ മുത്തൂറ്റിലെ പിള്ളേരായാലും. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനൊന്നുമല്ല. എന്നാൽ ദൈവം ജനിക്കാൻ തന്ന വലിയ സാഹചര്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യണം. അപ്പം ഈ മനുഷ്യന് കുരുടനാ. ഇവന് എൻ്റെ ഭാവനെ പറയുക, എന്നും ഭിക്ഷക്കിരിക്കും. നിങ്ങൾക്കറിയോ, ഈ പ്രാർത്ഥനാ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴാ ദൈവമേ എന്ന് വിളിക്കുന്ന സ്ഥലത്താ ഏറ്റവും മനുഷ്യൻ ഭിക്ഷ കൊടുക്കുന്നത്. അല്ലാത്തവരാരും എന്ത് ചെയ്യത്തില്ല. വിളിക്കുന്നവർ റെഡിയും കൊടുക്കാത്തവരുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരിടത്ത് ഭിക്ഷ കൊടുത്ത അടുത്ത ആൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല? കൊടുക്കത്തില്ല. അതെല്ലാം കള്ളത്തരവാ, ഉടായ്പ. നീ കൊടുക്കുന്നത് 2 രൂപയാ. അതിന് 5 പേർക്ക് കൊടുത്താൽ തന്നെ 10 രൂപ ആവത്തുള്ളല്ലോ. ആരും മിണ്ടുന്നില്ലല്ലോ. അതിന് ഇനി ഉടായ്പ എന്ന് പറയണം. ഒരു ഭിക്ഷക്കാരൻ 2 രൂപ കൊടുക്കും, മുടിഞ്ഞൊന്നും പോകത്തില്ല. 5 അങ്ങ് കൊടുക്ക്, അല്ലെ 10 അങ്ങ് കൊടുക്ക്. ഒരു ചായ പോലും ഇപ്പൊ 10 രൂപയ്ക്ക് കിട്ടുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ബ്രദറെ, എപ്പോഴും ഇങ്ങനെ നീ ഉള്ളതിന് ഒരു ഭാവം അങ്ങ് കൊടുക്ക. ഇവൻ എന്ന് ഇങ്ങനെ ഭിക്ഷ ചോദിക്കുക. നിങ്ങളുണ്ട് ഭിക്ഷ ചോദിക്കുമ്പോഴേ എല്ലാവരും കൊടുക്കത്തില്ല, ചിലരെ കൊടുക്കും. സ്തോത്രം.
ചിലർ 5000 രൂപയ്ക്ക് ഹോട്ടലിൽ കയറി കഴിക്കും. ഇറങ്ങി വരുമ്പോൾ സെക്യൂരിറ്റി സാറേ വണ്ടി പോരട്ടെ എന്ന് പറഞ്ഞാൽ അവനൊരു 5 രൂപ കൊടുക്കുകയില്ല. പിന്നെ വരുന്ന വഴിക്ക് ആശുപത്രി കയറി ഗ്ലൂക്കോസ് ഇടാൻ അവൻ കാശ് കൊടുക്കും. കാര്യം കഴിച്ചത് വയറ്റിൽ പ്രശ്നമായി. അങ്ങനെയൊക്കെ അല്ല, ആ വണ്ടി പറഞ്ഞു തരുന്നവനും അവനും ഗതികേട് കൊണ്ട് നിൽക്കുക. അവനും എന്തേലും ഒന്ന് കൊടുക്കണം. ആരും മിണ്ടുന്നില്ല. ആരോടാ പറയുന്നേ? പോട്ടെ, ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ 25,000 രൂപ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് കടയിൽ കയറി കാഞ്ചീപുരം ബനാറസ് പട്ടും പോച്ചമ്പുള്ളി എല്ലാം എടുത്തിട്ട് എല്ലാം അടിച്ചു പൊളിച്ച് ഇറങ്ങി 5-6 ബാഗും പിടിച്ചോണ്ടിരിക്കുമ്പോൾ സെക്യൂരിറ്റി റിവേഴ്സ് പറഞ്ഞു തരിക. അവനോട് ഈ വെയിലത്ത് നിന്ന് അവനെ പറഞ്ഞ് സാറേ പോരട്ടെ, വണ്ടി ഇടിക്കത്തില്ല. 25,000 സാരി വാങ്ങിച്ചാലും 10 രൂപ കൊടുക്കുകയില്ല. നിങ്ങളാരും മിണ്ടുന്നില്ല. ഒരു ദിവസം ഇവൻ ഇങ്ങനെ ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഓരോ മിനിറ്റും കോയിൻ വന്ന് വീഴുക. അപ്പൊ ഇവൻ ചോദിച്ചു ഇത് എന്നാ സംഭവം. ആദ്യം ഇരുന്ന പാത്രം മുഴുവൻ നിറഞ്ഞു. അത് തന്റെ അടുത്ത വലിയ ബിഗ് ഷോപ്പറിനകത്തിട്ടു. രണ്ടാമത് പിന്നെ ഇങ്ങനെ കോയിൻ വീഴുക. അടുത്ത കോയിൻ ഇടാൻ വന്നിട്ട് കൈക്ക് പിടിച്ചു ചോദിച്ചു എന്നാ സംഭവം എന്ന് ചോദിച്ചു. അവൻ ചോദിച്ചു നീ അറിഞ്ഞില്ലയോ? ഞാൻ അറിഞ്ഞില്ല, നസ്രയനായ യേശു ഈ വഴി വരുന്നു. അപ്പൊ അവൻ ചോദിച്ചു അതെന്ന് പറഞ്ഞ എന്തുവാ? എടാ, പ്രവചനങ്ങളിൽ പറഞ്ഞില്ലയോ ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, അവൻ ഈ വഴി വരുന്നെന്ന്. ഓ ഹല്ലേലൂയ. നോക്കിയേ, ഭിക്ഷയെടുക്കണ ഭിക്ഷക്കാരൻ ഐഡന്റിറ്റിയുടെ പുതപ്പ് ധരിക്കണം. അവന് ഒരൊറ്റ വിളിയാ, യേശുവേ ദാവീദ് പുത്ര എന്നോട്. നോക്കിയേ, യേശു 5 അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോൾ 5000 പുരുഷന്മാർ, 5000 സ്ത്രീകൾ, 15,000 പിള്ളേര്, 25,000 പേരുണ്ട്. 25,000 പേരെ കാണാൻ യേശു വന്നേ. അതിനിടയ്ക്ക് നിലവിളിക്കുന്ന ഒരുത്തനുണ്ടോ? സ്തോത്രം. 1,00,000 പേരുള്ള മീറ്റിങ്ങിനും ഒരു മൂലക്കിരുന്ന് ഒരുത്തൻ നിലവിളിച്ചാൽ ആ നിലവിളി മേളിലെത്തുന്നേ. ഒരാമയും പറഞ്ഞാട്ട്. ഇന്ന് പകൽ ഫാഷൻ പരേഡ് കാണാൻ വന്നവനല്ല യേശു. നിന്റെ നിലവിളി കണ്ണുനീരിനെ മറികടക്കത്തില്ല. കാരണം അവൻ മനസ്സലിവുള്ള ദൈവമാണ്. അപ്പൊ ചിലരൊക്കെ പറഞ്ഞു ഈ ഭിക്ഷക്കാരനോട് മിണ്ടാതിരി, അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്നേ. അവന്റെ അകത്തൊരു വചനം കയറി, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക്. അവൻ വിളിക്ക യേശുവേ. 25,000 പേരുടെ ശബ്ദത്തിന്റെ മുകളിൽ അവന്റെ ശബ്ദം ഉയർന്നു. അവിടെ വായിക്കുന്നു, യേശു അവിടെ നിന്നു. നിലവിളിക്ക് ദൈവത്തെ നിർത്താൻ ശക്തിയുണ്ട്. എബ്രായ ലേഖന കർത്താവ് പറഞ്ഞുകൊണ്ട് ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഇന്നും നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം നിൽക്കട്ടെ. നിന്റെ ഫയൽ അവൻ എടുക്കട്ടെ. നിന്റെ സന്തതിക്ക് വിടുതൽ. ഓ നന്ദി കർത്താവേ. ചിലരുടെ ഉള്ളിൽ ഇത് നിന്റെ ദിവസമാ, നിന്റെ മാത്രം ദിവസമാ. ഓ യേശു, ഇത് നിന്റെ സന്തതിയുടെ വിടുതലിന്റെ ദിവസമാ, നിന്റെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സഹായിക്കണേ, സഹായിക്കണേ യേശുവിന്റെ നാമത്തില്. ഓ യേശുവിന്റെ നാമത്തില് നിന്റെ ഫയലിൽ നിന്ന് അവൻ എടുക്കട്ടെ. നാട്ടുകാര് മുഴുവൻ പറഞ്ഞു നീ മരിക്കുന്നിടം വരെ അന്ധനാ, നിന്റെ അപ്പൻ അന്ധനാ, നീ അന്ധനാ, ഈ പാരമ്പര്യം പൊട്ടുകല എന്ന നിലവിളിക്ക് പാരമ്പര്യ ശാപങ്ങളെ പൊട്ടിക്കാൻ കഴിയും. ഓ നന്ദി കർത്താവേ. എവിടോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയാൻ പറയുന്നു. ഒരിക്കലും അഴിയാത്ത പാരമ്പര്യങ്ങൾ ഇന്നത്തെ നിലവിളിക്ക് മുമ്പിൽ പൊട്ടട്ടെ. നിന്റെ കുടുംബ ചരിത്രത്തിനകത്ത് നീ ഒരു അത്ഭുതമാകണം. നിന്റെ രക്തബന്ധങ്ങളുടെ മുമ്പിൽ നീ ഒരു നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അപ്പന്റെ കാലത്ത് നടന്നത് നിന്റെ കാലത്ത് നടന്നെങ്കിൽ അപ്പന്റെ കാലത്ത് നടക്കാത്ത ചിലത് നിന്റെ കാലത്ത് നടക്കട്ടെ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കർത്താവേ, ആ നിലവിളിയുടെ മറുപടി ഇന്ന് കാതുകളിലൊന്ന് മുഴങ്ങട്ടെ. നോക്കിയാ മനുഷ്യൻ നിലവിളിക്കുക. യേശു അവിടെ നിന്നേച്ച് പറയുക, ബാക്കി ഞാൻ വായിപ്പിക്കുന്നില്ല. അവനെ വിളിക്ക്,
അവനെ അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക. ആരും മിണ്ടല്ലെന്ന് പറഞ്ഞോ? ആ മിണ്ടല്ലെന്ന് പറഞ്ഞവനെ കൊണ്ട് തന്നെ ദൈവം വിളിപ്പിച്ചു. ഒരാമീൻ വരും. നിന്റെ പ്രാർത്ഥനയിൽ വായ അടക്കടാന്ന് പറഞ്ഞവൻ തന്നെ നിന്റെ വിടുതലിന് സാക്ഷിയാകണം. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നന്ദി കർത്താവേ. നിന്നെ ദേശത്തുനിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞവൻ തന്നെ നിന്റെ കുടുംബത്തിൽ നടക്കുന്ന ദൈവപ്രവൃത്തിക്ക് സാക്ഷിയാകണം. യേശുവിന്റെ നാമത്തില് നിന്നെ അപമാനിച്ചവൻ തന്നെ, നിനക്കെതിരെ ദോഷം ചെയ്തവൻ തന്നെ. യേശു പറയുക, അവനെ ആ ഭാഗത്തോട്ട് വായിച്ചേ. യേശു പറയുക വിളിപ്പീൻ എന്ന് പറഞ്ഞു. ആ റെഫറൻസ് കൂടെ ഒന്ന് പറഞ്ഞേ. മർക്കോസ് 10:49. മർക്കോസ് 10:49. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, നിന്റെ ആഗ്രഹം എന്താ? ഈ നിലവിളി കഴിഞ്ഞ് അങ്ങ് മേളിൽ എത്തിയാൽ അടുത്ത ചോദ്യ, ഞാൻ എന്താ നിനക്ക് ചെയ്യേണ്ടേ? അവൻ എന്തും ചെയ്യാന്നവനാ. അവൻ നിനക്ക് വേണ്ടി ഏതു ലെവലിൽ പ്രവർത്തിക്കും. വിശ്വാസമുണ്ട്? രാമയും പറ. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്ത് പറ, ദൈവം ഏതു ലെവലിലും പ്രവർത്തിക്കുമെന്ന് പറ. നന്ദി കർത്താവേ. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, പ്രഭുവിനെ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. കൈ വെച്ചിട്ടില്ല, ശാസിച്ചില്ല, പോക, നിന്റെ വിശ്വാസം ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. പോക, ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. നിലവിളി മേളിൽ എത്തിയാൽ നിലവിളിയുടെ മറുപടി വേഗത്തിലാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പൊ എപ്പോഴൊക്കെ നിലവിളിക്കുന്ന ബൈബിളിൽ ഒന്ന് കഷ്ടത വന്നപ്പോൾ നിലവിളിച്ചു. രണ്ടാമത്തെ കാര്യം, നമുക്ക് ബൈബിളിലോട്ട് കയറാം. അടുത്തിരിക്കുന്ന ആളെ തുടരുക. നിലവിളിക്ക് മറുപടി ഉണ്ടെന്ന് പറ. ഒന്ന് പറ. അങ്ങനെ മറുപടി ഇപ്പൊ ഇരിക്കുന്ന എവിടാ? നിന്റെ നാവിലാ. മറുപടി ഇരിക്കുന്ന എവിടാ? നിന്റെ പ്രാർത്ഥനയിലാ. എണ്ണപ്പെട്ട ദിവസങ്ങൾക്കകം നിന്റെ മറുപടി നിന്റെ വീടിനകത്ത് വരത്തക്കവണ്ണം. അപ്പൊ ഒരു കഷ്ടത നമുക്ക് വന്നാൽ എന്തോ ചെയ്തോണം? നിലവിളിച്ചോണം. അത് അനിപ്പാസ്റ്റക്കും നിങ്ങൾക്കും എല്ലാം ഒരേ നിയമമാണ്. കഷ്ടത വന്നാൽ എന്തോ ചെയ്തോണം? നിലവിളിച്ച് പ്രാർത്ഥിച്ചോണം. അതിന് പരിഹാരമാണ്. ഇനി അടുത്ത കേട്ടെ, 30-ാം സങ്കീർത്തനം എടുത്തേ, 2-ാമത്തെ വാക്യം. പെട്ടെന്ന് നമുക്ക് പോകണം, എന്നാലേ ഈ ഭാഗം അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. 30-ാം സങ്കീർത്തനത്തിലെ 2-ാമത്തെ വാക്യം. എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. ദാവീദ് പറയാ, എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. നിലവിളിച്ചപ്പോ ദൈവം എന്നെ എന്ത് ചെയ്തു? അപ്പൊ രോഗം വന്നാൽ എന്തോ ചെയ്യണം? നിലവിളിച്ചോണം. ഒന്ന് കഷ്ടത വന്നാൽ എന്തോ ചെയ്യണം? നിലവിളിച്ചോണം. രോഗം വന്നാൽ മരുന്നിനേക്കാൾ ശക്തി നിലവിളിച്ചുള്ള പ്രാർത്ഥനയ്ക്കുണ്ട്. ബൈബിളിൽ ഞാൻ തെളിയിച്ചു തരിക. ദാവീദ് പറയുക, ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ദാവീദ് പറയാ, ഞാൻ നിലവിളിച്ചു, ദൈവം എന്നെ എന്ത് ചെയ്തു? അടുത്തിരിക്കുന്ന ആളെ തൊട്ടൊരു വിശ്വാസം പറ, ദൈവം നിന്നെ സൗഖ്യമാക്കട്ടെന്ന് പറ. വാ തുറന്ന് പറ, ദൈവം നിന്നെ ഒരാളോട് പ്രവചിക്കാൻ അടുക്കലാക്കിയിരിക്കുക. ദൈവം നിന്നെ എന്ത് ചെയ്യാൻ പോവാ? സൗഖ്യമാക്കാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കണ്ടുപിടിക്കപ്പെടാത്ത ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്തോത്രം, സ്തോത്രം. തിരിച്ചറിവുള്ളവർ ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും ഈ അടുത്ത സമയത്ത് 64 വയസ്സുള്ള ഒരു സിസ്റ്റർ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, സ്തോത്രം, എനിക്ക് 9 വർഷം മുമ്പ് ക്യാൻസർ വന്നു. സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്തോ ട്രീറ്റ് ചെയ്തു? എൻ്റെ ട്രീറ്റ്മെന്റ് രാവിലെ 1 ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചു കുടിക്കും. ഞാൻ ചോദിച്ചു, ഇപ്പൊ ക്യാൻസറോ? നോക്കിയിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യും, കാർ ഓടിക്കും, യോഗത്തിന് പോകും, പ്രസംഗം കേൾക്കും, ആരാധിക്കും, ഒരു കുഴപ്പമില്ല. ആമീൻ വരുന്നില്ല. ധൈര്യമുണ്ടോ നിലവിളിച്ച് സൗഖ്യമാകാൻ?
ധൈര്യമുണ്ട് പ്രാർത്ഥിച്ച് സൗഖ്യമാകാൻ. ആർക്കും വരാത്ത രോഗം നിനക്ക് വന്നെങ്കിൽ, ആർക്കും വരാത്ത ബാധ നിനക്ക് വന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്, നിന്റെ നിലവിളിക്ക് അതിനെ സൗഖ്യത്തിലേക്ക് വരുത്താൻ. സ്തോത്രം. യിരെമ്യാ പ്രവാചകൻ ഒരിക്കല് ദൈവത്തോട് പറയുന്നൊരു പദം യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലുണ്ട്. യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞോ, യഹോവേ എന്നെ സൗഖ്യമാക്കണേ. ഒന്ന് പറഞ്ഞേ. ശബ്ദം തീരെ ഇല്ലയോ? യഹോവേ എന്നെ സൗഖ്യമാക്കണേ. ഈ ചിലര് മനസ്സിൽ പറയുക, പാസ്റ്ററെ എനിക്ക് രോഗമൊന്നുമില്ല. ആര് പറഞ്ഞു? ടെസ്റ്റ് ചെയ്യാത്തോണ്ടാ. എന്തോ ചെയ്യാത്തോണ്ടാ? ചിലര് ക്യാൻസർ കേൾക്കുന്നു. അയ്യോ ക്യാൻസർ ആണോ? അതിന്റെ അടുത്ത ലെവലിലാ നിന്റെ ദേഹത്ത് ഇരിക്കുന്നത്. പക്ഷെ നീ ഇങ്ങനെ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു ഒക്കെ നിൽക്കുന്നത് കൊണ്ട് ഇതിങ്ങോട്ട് വെളിപ്പെടുന്നില്ല. ഒരാമയും വരുന്നില്ല. മനസ്സിലായി? ഏത് രോഗം ഉണ്ടെങ്കിലും പേടിക്കണ്ട, ചാകുന്നിടം വരെ വെളിപ്പെടാതിരിക്കണ്ട. അപ്പൊ ഈ രോഗം വരുന്നതിലൊന്നും ടെൻഷൻ എടുക്കണ്ട. മരിക്കുന്നിടം വരെ അത് വെളിപ്പെടരുത്. ദൈവം വിട്ട് ആയുസ് തികയ്ക്കുന്നിടം വരെ. യെസ്, തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യ. അപ്പൊ രോഗം വന്നാൽ എന്തോ ചെയ്തോണം? ദൈവത്തെ വിളിച്ചപേക്ഷിച്ചോണം. ഒരാമയും പറഞ്ഞാട്ട്. രോഗം വരുമ്പോ എന്തോ ചെയ്യണം? ദൈവത്തെ വിളിച്ചപേക്ഷിച്ചോണം. കർത്താവിന് സ്തോത്രം. ദൈവത്തെ വിളിക്കുമ്പോൾ എന്തോ സംഭവിക്കും? നിനക്ക് രോഗസൗഖ്യം ഉണ്ടാവും. ഇനി ദൈവം ഇച്ചിരുടെ പെട്ടെന്ന് പാമേ ഹമി സ്തോത്രം ഒരു 3-4 കാര്യം പറഞ്ഞേച്ച് കർത്താവിന്റെ സ്തോത്രം ഹമി നമുക്ക് ഈ ദൂതിന്റെ അടുത്ത ഭാഗത്തോട്ട് പോകണം. 118-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം എടുക്കുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കഷ്ടത വരുമ്പോൾ എന്തോ ചെയ്യണം? രോഗം വരുമ്പോ എന്തോ ചെയ്തോണം? വിളിച്ചപേക്ഷിച്ചോണം. ഇപ്പം കേട്ടോ, 118-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. അപ്പൊ ഞെരുക്കം വരുമ്പോൾ എന്തോ ചെയ്യണം? ഒറ്റ വഴിയേ ഉള്ളൂ, കുറുക്കു വഴിയൊന്നുമില്ല. പാസ്റ്ററെ ഞങ്ങളിപ്പോ ഒരു ഗോവയെന്നൊരു പാസ്റ്റർ വരുന്നുണ്ട്, പുള്ളി വരുമ്പോ സൗഖ്യം വാങ്ങാൻ ഇരിക്കുവന്നു ഇല്ല ബൈബിളിൽ. ഇതെല്ലാം നിന്റെ നാവിന്റെ മുമ്പിൽ ഇരിക്കുക. സ്തോത്രം. നീ ഒന്ന് ഒരുങ്ങണം, നീ സൗഖ്യമാകും. അവിടെ എതിരിക്കുക. ഞാൻ ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. സങ്കീർത്തനക്കാരൻ പറയാ, ഞെരുക്കത്തില് ഞാൻ യഹോവയെ എന്ത് ചെയ്തു? വിളിച്ചപേക്ഷിച്ചു. ദൈവം എനിക്ക് എന്തോ തന്നു? ഒരു വിശാലത തന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവം എന്നെ എവിടെ ആക്കി? വിശാല സ്ഥലത്താക്കി. അടുത്തിരിക്കുന്ന ആളെ തൊട്ടൊന്ന് പ്രവചിക്കും, നീ വിശാല സ്ഥലത്താകാൻ പോവാന്ന് പറ. അപ്പൊ നമ്മൾ ഇനി ആ ഭാഗം വിടുക. 1, കഷ്ടത വരുമ്പോൾ എന്തോ ചെയ്യണം? നിലവിളിക്കണം. രോഗം വരുമ്പോൾ എന്തോ ചെയ്യണം? നിലവിളിക്കണം. പിന്നെ ഞെരുക്കം വരുമ്പോൾ എന്തോ ചെയ്യണം? നിലവിളിക്കണം. ഇനി അടുത്തത്, ആവശ്യം വരുമ്പോൾ എന്തോ ചെയ്തോണം? നിലവിളിക്കണം. നിലവിളിച്ച് പ്രാർത്ഥിക്കണം. വേണ്ടേ? ഒരു വാക്യം ബൈബിളിൽ നിന്ന് എടുക്കണം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 16-ാമത്തെ വാക്യം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 21-ന്റെ 16-ാമത്തെ വാക്യം. അവൾ പോയി അതിനെതിരെ ഒരമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്ക കരഞ്ഞു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ച അവളോട്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഈ ഹാഗറിന്റെ കാര്യം അവിടെ പറഞ്ഞേക്കുന്നത്. ബേർശേബ മരുഭൂമിയിലായി ഇപ്പൊ ഹാഗറിന് ഒറ്റ പ്രാർത്ഥനാ വിഷയമേ ഉള്ളൂ. തന്റെ കുഞ്ഞ് മരിക്കാതിരിക്കാൻ ഒരിറ്റ് വെള്ളം വേണം. അത്രേ ഉള്ളൂ. ചോദ്യം, നീ ഇവിടെ കരഞ്ഞോണ്ടിരുന്നാൽ നിനക്കാര് വെള്ളം കൊണ്ടുവരാനാ? നാട്ടുകാർ ചോദിക്കും ചോദ്യ. നീ ഇങ്ങനെ പെരയ്ക്കകത്ത് കയറി കരഞ്ഞോണ്ടിരുന്നാലേ ആര്? അത് നിനക്ക് ഞങ്ങളുടെ ദൈവത്തെ അറിയത്തില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞു, ദൈവം മുമ്പിൽ ഒരുത്തം വരുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് കരയാനാ. ആദ്യം പഠിക്കേണ്ടത് കരയാനാ. പിന്നെ ദൈവത്തിന് സ്തോത്രം, അവൻ പഠിക്കേണ്ടത് പ്രാർത്ഥിക്കാനാ. നിങ്ങൾക്കറിയോ, സാധാരണ പ്രാർത്ഥനയും കരഞ്ഞുള്ള പ്രാർത്ഥനയും രണ്ടാ.
അടുത്തിരിക്കുന്ന ആൾ ചുമ്മാ ചിരിച്ചോണ്ടെന്ന് ചോദിച്ചു, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് ചോദിച്ചു. നാളെ ഒരാളിനോട് പറഞ്ഞു, ചുമന്നുള്ളി എടുത്ത് വരട്ടിയാൽ പോലും കരച്ചിൽ വരത്തില്ല. ഞാൻ ചുമ്മാ അന്ന് എനിക്ക് ഒന്ന് അറിയാനാണേ, പ്രാർത്ഥിക്കുമ്പോൾ കരയുന്നവരെന്ന് കൈ, അത്രേ ഉള്ളൂ. അവരുടെ കുഴപ്പമല്ല. കരയണമെന്ന് വിചാരിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ കരയണമെങ്കിൽ ഉള്ളം തകരണം. ഇനി പ്രാർത്ഥനയെ കരയാത്തൊരു മരണ വീട്ടിൽ ചെന്നാൽ കരയും. പ്രാർത്ഥിക്കുമ്പം കരയുന്നില്ല, അമ്മായിമ്മ എന്ന് വഴക്ക് പറയട്ടെ, തോർത്തും കൊണ്ട് പോയിരുന്നു കരയും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യത്തില്ല, പ്രാർത്ഥിക്കുമ്പം കരയണം. ഇനി ഒരു കാര്യം പറയാം, നമ്മൾ കരഞ്ഞ കണ്ണീരെ ആരും കാണാതെ നമ്മളിങ്ങനെ ഒപ്പി കർച്ചീഫിലെടുത്ത് ഈ കർച്ചീഫ് സോപ്പ് പൊടിക്കകത്തിട്ട് കുതിർത്ത് നനച്ച് അയൺ ചെയ്ത് നാളെ കൊണ്ടുവരുമ്പോഴും നിന്റെ കണ്ണുനീര് തൂവാലിന്ന് പോവുകയല്ല. സങ്കീർത്തനക്കാരൻ പറയുക, അത് നിന്റെ തുരുത്തിയിൽ ഉണ്ടല്ലോ. ഓ താങ്ക് യു ലോർഡ്. പണ്ടത്തെ അമ്മമാരുടെ, ചില പ്രായമുള്ള അമ്മമാരൊക്കെ മരിക്കുമ്പോഴേ മക്കള് പറയും, ഞങ്ങളുടെ വീട് അനാഥമായി. നിനക്ക് ഭാര്യയില്ലയോ? ഉണ്ട്. പിള്ളേര് 4 ഇല്ലയോ? ഉണ്ട്. ഗുണമില്ല, ഒരെണ്ണം കരയുന്നതില്ല. ഭാര്യയുണ്ട്, പിന്നെ സീരിയല് കാണും. ഭാര്യയുണ്ട്, പഞ്ചായത്തിലുള്ള എല്ലാവരും നുണ പറയും. നിങ്ങളാരും അല്ല, അവരുടെ കാര്യ. പക്ഷെ കരയുന്നവരെന്തില്ല. നാളെ ഒരു ബിസിനസ്സുകാരൻ്റെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ അമ്മ മരിച്ചേ പിന്നെ ഈ അതമ്പതനം മുഴുവൻ. ഞാൻ ചോദിച്ചു അതെന്നാ? കണ്ണുനീര് നിന്നുപോയി. ഞാൻ നിങ്ങളോട് പറയാം, മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി 1 രൂപ ബാങ്കിൽ ഇട്ടില്ലെങ്കിലും വിഷമിക്കരുത്. നിന്റെ കണ്ണുനീരാ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. കണ്ണുനീരോടെ നീ വിതച്ചാൽ നിന്റെ സന്തതി അത് ആർപ്പോടെ കൊയ്യും. നീ ഇരുന്ന് കാണും നിന്റെ സന്തതികൾ കൊയ്യുന്നത്. ഓ, എത്ര പേരുടെ ഉള്ളിൽ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. നിന്റെ സന്തതിയുടെ തെറ്റിയ റൂട്ടിനെ തിരിച്ചു പിടിക്കാൻ മാതാവേ, പിതാവേ, നിന്റെ കണ്ണുനീരിട് കഴിയും. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുക, അല്പം കൂടെ എൻ്റെ ജനം കണ്ണുനീരൊഴുക്കണം. താങ്ക് യു ലോർഡ്. മനുഷ്യന്റെ മുമ്പിൽ കരയരുത്. എവിടെ കരയരുത്? നിങ്ങൾക്കറിയോ, കരയുന്ന ഒരുത്തനെ മുട്ടുകുത്തിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇവിടെ നോക്കിയേ, മൊർദെഖായി എന്ന് പറയുന്ന ഒരാൾ ബൈബിളിലുണ്ട്. അവന്റെ പ്രത്യേകത കരഞ്ഞു രട്ടിക്കടക്കുന്നവനാണ്. അവനെതിരെ നിൽക്കുന്നത് ഒരു രാജ്യവും ഒരു രാജാവും ഒരു ഹാമാനുമാണ്. പക്ഷെ അവന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ രാജ്യവും രാജാവും ഹാമാനും 0 ആയിപ്പോയി. ബൈബിൾ പഠിച്ച കണ്ണുനീരിന് ഭയങ്കര വിലയാ. മൊർദെഖായിയെ കുഴിച്ചു മൂടാനുള്ള ആയുധം ഹാമാന്റെ കയ്യിലുണ്ട്, രാജാവിന്റെ കയ്യിലുണ്ട്, ആ ദേശത്തെ ജനതയുടെ കയ്യിലുണ്ട്. പക്ഷെ കണ്ണുനീരൊഴുക്കിയവന്റെ മുൻപിൽ സകല കുതന്ത്രങ്ങളും പരാജയപ്പെട്ടു. എഴുതിയിട്ടോ, നിനക്കെതിരെ ഇറങ്ങിയേക്കുന്ന ഒരു സൈന്യമായാലും നീ പേടിക്കരുത്. അതിനേക്കാൾ പവർ നിന്റെ കണ്ണുനീരിനുണ്ട്. കൃപ 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 കൃപ. ഞാൻ ചോദിക്കട്ടെ, ഈ ദൂത് കേൾക്കുന്ന നിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ടോ, നിന്റെ എതിരാളി അല്ല കരുത്തൻ, നീയാ കരുത്തൻ? എത്ര പേരുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്, രോഗമല്ല വലുത്, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന പ്രാർത്ഥനയാ വലുത്, ഞെരുക്കമല്ല വലുത്, നിന്റെ കണ്ണുനീരാ വലുത്, യേശുവിന്റെ നാമത്തിൽ കഷ്ടതയല്ല വലുത്, നിന്റെ നിലവിളിയാ. നിങ്ങൾ എന്നെ നോക്കിയേ, നിങ്ങൾ ഒത്തിരി ഭാഗം കേട്ടു പോവല്ല. ചോദിക്കാം, നിങ്ങളുടെ ഉള്ളിൽ ധൈര്യം വരുന്നുണ്ടോ? കണ്ണുനീര് കൊണ്ടത് നേടാൻ പറ്റുമെന്ന് ഒരു ധൈര്യം വരുന്നുണ്ടോ? എനിക്ക് ആത്മാവ് തരുന്ന ഒരു ബോധ്യം പറയാം. ഇന്നും നീ വീട്ടിൽ ചെന്ന് നിന്റെ വീടിനകത്തൊരു ആത്മീയ അനുഭവം ഉണ്ടാക്കണം. നിനക്കെതിരെ ആരെല്ലാം പദ്ധതി ഒരുക്കിയാലും ഒരാമീൻ വരുന്നില്ല. പെനീന എത്ര കുരുക്കുവാക്ക് പറഞ്ഞാലും, ഹന്നായ നിന്റെ പ്രാർത്ഥന
മറുപടിയെ വിളിച്ചു വരുത്തുന്ന. വിശ്വസിക്കാമെങ്കിൽ ഞാൻ ദൂത് പറയാം, നിന്റെ മറുപടി നിന്നിച്ചവന്റെ മുമ്പിൽ കൂടെ നടക്കും. നിന്റെ മറുപടി ദേശത്ത് അത്ഭുതമാണ്. കൃപ 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 കൃപ. എവിടൊക്കെയോ ഭയങ്കര ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എവിടൊക്കെയോ ഭയങ്കര ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ സന്തതിയെ കുറിച്ച് നീ സന്തോഷിക്കുന്ന ദിവസങ്ങൾ വരുന്നു. നിന്റെ സന്തതി, ഓ നന്ദി കർത്താവേ, ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഒരു ചോദ്യേ, ഈ മരുഭൂമി നീ ഒറ്റയ്ക്ക് കടന്ന് കരഞ്ഞാൽ ആര് നിനക്ക് വെള്ളം തരാനാ? അവിടെ ഈ കരയുന്നവന്റെ ധൈര്യം. ഇപ്പം നീ അങ്ങ് ഇല്ലായ്മപ്പെട്ട് പോകുമെന്ന് പറഞ്ഞ് ചിലര് കച്ച കെട്ടിയിരിക്കുക. എന്നാ നോക്കിക്കോ, ശത്രുക്കളുടെ മുൻപിൽ തന്നെ നിനക്ക് വിരുന്നൊരുക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ദൂത് നിന്നെ സ്പർശിക്കട്ടെ. നിനക്കെതിരെ മനുഷ്യനുണ്ടാക്കിയ കേസുകളെല്ലാം മറിയട്ടെ. നിനക്കെതിരെ മനുഷ്യനുണ്ടാക്കിയ ഗൂഢാലോചന മറിയട്ടെ. നിന്റെ നിലവിളിക്ക് അത് ചെയ്യാൻ കഴിയും. കൃപ 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 കൃപ. ഇനി എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, ഞാൻ ഈ ഭാഗത്ത് വരുമ്പം നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ എന്ത് വർദ്ധിക്കാനാ? ധൈര്യം. ഒരു മനുഷ്യൻ ധൈര്യഹീനനായി പോയാൽ അവനെ ഒന്നിനും കൊള്ളത്തില്ല. ചിലർക്ക് ഒരു കൊച്ചു രോഗം വന്നാൽ ധൈര്യഹീനായി. എന്നാൽ ധൈര്യം ഒരുവന്റെ അകത്തുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ ജയിക്കാൻ തുടങ്ങിയെന്നാ. ഈ ഹാഗറിന്റെ ഭാഗം പഠിക്കുമ്പോൾ ഒരു ഭാഗം പഠിക്കണം. എന്തോ പഠിക്കണം? ദൈവത്തിന്റെ കരുതൽ. ദൈവത്തിന്റെ എന്തുവാ? കരുതൽ. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്ത് വെച്ച് പറ, നിനക്ക് വേണ്ടി ദൈവം കരുതുന്ന ദൈവമാണെന്ന് പറ. ഓ, ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിക്കുക, നീ ചിന്തിച്ചതിനേക്കാൾ വലുത് നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. പൗലോസ് പറയാ, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. അടുത്ത പറ, ഒരു മനുഷ്യന്റെ, ഓ കൃപ 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 കൃപ. ആ കരുതൽ എന്ന് തിരിച്ചറിയ, ആ കരുതൽ ഏറ്റെടുത്ത. യെസ്, എന്റെ കൂടെ ഒരു വിശ്വാസം പറയാം, എനിക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അതെപ്പം വെളിപ്പെടും? റൈറ്റ് ടൈമിൽ, തക്ക സമയത്ത്. തക്ക സമയത്ത് നിന്റെ ബുദ്ധി തോക്കുമ്പോൾ, നിന്റെ അറിവ് തോക്കുമ്പോൾ, നിന്റെ കഴിവ് തോക്കുമ്പോൾ, നിന്റെ കണ്ണിന് ഇതുവരെ കാണാത്ത ചിലത് നിന്റെ ഇന്ന സമയത്ത് നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് അതേ സമയത്ത്. ഹാഗറിനോട് ബന്ധപ്പെട്ട് ബൈബിൾ അറിയാവുന്നവരോട് ചോദിക്കുക, ദൈവം അവിടെ ഉറവ തുറന്നെന്നാണോ എഴുതിയേക്കുന്നത്? ദൈവം തുറന്ന ഉറവ കാണാൻ അവിടെ കണ്ണ് തുറന്നെന്നാണോ എഴുതിയേക്കുന്നത്? ബൈബിൾ നോക്കാതെ പറയണം. ദൈവം തുറന്ന ഉറവ കാണാൻ. അപ്പൊ ചോദ്യം, ഹാഗറെ, നീ വീട്ടിൽ നിന്നിറങ്ങിയപ്പോളെ നിന്റെ മാക്സിമം നീ എവിടെ വരെ എത്തുമെന്നും എവിടെ കിടന്ന് നിലവിളിക്കുമെന്നും അറിഞ്ഞ് അവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ നിനക്കൊരു ഉറവയും തുറന്നിട്ടുണ്ട്. ദൈവം മേളിൽ നിന്ന് നോക്കിയിരിക്കുക. ഗ്ലോറി ടു ഗോഡ്. ഈ മർമ്മം അറിയാവുന്നവനാണ് എത്ര വലിയ പ്രതിസന്ധി ഒറ്റപ്പെടൽ വന്നാലും അവൻ മുട്ടലിരിക്കും. അവൻ അറിയാം, എന്റെ കണ്ണ് ദൈവം തുറന്നാൽ, എന്റെ കണ്ണ് ദൈവം തുറന്നാൽ ദൈവത്തിന്റെ കരുതൽ എനിക്ക് കാണാം. എനിക്ക് ഇപ്പൊ കിട്ടിയ ഒരു ദൂത് പറയാം. ചിലര് വെറുതെ ടെൻഷൻ അടിക്കുവോ? ചിലര് വെറുതെ
ഓൾറെഡി ദൈവം അതെല്ലാം കരുതി വെച്ചിരിക്കുക. നിന്റെ കുഞ്ഞിന്റെ വിവാഹ ദിവസം കരുതി വെച്ചിരിക്കുക. നിന്റെ കുഞ്ഞിന്റെ വിവാഹത്തിന് എന്തെല്ലാം വേണമോ അത് കരുതി വെച്ചിരിക്കുക. നിന്റെ സന്തതിക്ക് എന്തെല്ലാം വേണോ അത് കരുതി വെച്ചിരിക്കുക. ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി കരുതിയതെല്ലാം നിന്റെ കൺമുമ്പിൽ തെളിയട്ടെ. എനിക്ക് ഈ ഭാഗം പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടം. ബൈബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് ദൈവത്തിന്റെ കരുതലാണ് ഇഷ്ടം. നിങ്ങൾക്കറിയോ, ഒരു മോശക്കുഞ്ഞിനെ അവന്റെ വീട്ടിൽ നിന്ന് നിയമം പറഞ്ഞ് ഇളക്കിയെങ്കിൽ ലോർഡ് അവൻ ഇരിക്കേണ്ട ഫറവോന്റെ കൊട്ടാരം തമ്പുരാൻ ഒരുക്കിയ ചാവനെ ഇറക്കിയ. ഞാനൊരു വെളിപ്പാട് പറയാം. മറഞ്ഞു കിടക്കുന്ന എന്തിലോട്ടോ നീ ചെന്ന് കയറാൻ സമയമായി. ദൈവം ഒരുക്കിയ എന്തിലോട്ടോ നീ കാലുവെക്കാൻ സമയമായി. അമ്മി ഒരിക്കലും ഇല്ലാത്ത ചില മഹാഭാഗ്യം, മഹത്വം ഇതിനകത്ത് വ്യാപരിച്ചു തുടങ്ങട്ടെ. പ്രാർത്ഥിക്കുന്ന നിന്നോട് ആ ദൈവത്തിന്റെ ദൂത് ഈ ദിവസങ്ങളിൽ നീ ദൈവത്തിന്റെ കരുതല് കാണാൻ പോവാ. ഞാൻ പ്രസംഗിക്കാൻ വന്ന വേറൊരു ദൂത, പക്ഷെ എന്നോട് ദൈവം പറയുന്നു, നിന്റെ രക്തബന്ധങ്ങളുടെ മുമ്പിൽ വെച്ച് എല്ലാവരും കൈവിട്ട സ്ഥാനത്ത് നിന്റെ കണ്ണു തുറന്ന് നമ്മളെ ഭാഗം ഒന്ന് വായിക്കാൻ പോവാ. ശ്രദ്ധിക്കണം. താങ്ക് യു ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 16 വാക്യം. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. ദൈവം അവളുടെ കണ്ണു തുറന്നു. ഉറവ തുറന്നല്ല, അവളുടെ കണ്ണു തുറന്നു. ദൈവം തുറന്നത് കാണാൻ അവിടെ കണ്ണു തുറന്നു. ഉറവ നേരത്തെ തുറന്നിട്ടിരിക്കുക. ഒരു വെളിപ്പാട് പറയാം, നിന്റെ സന്തതിക്ക് വേണ്ടിയുള്ള ഉറവ നേരത്തെ തുറന്നിട്ടിരിക്കുക. ഈ ആരാധനയ്ക്ക് വന്ന് എന്തിനാ? ദൈവം തുറന്നത് കാണാൻ, നിന്റെ അകത്തെ കണ്ണ് തുറക്കാനാ. യേശുവിന്റെ നാമത്തിൽ നിനക്കൊരിക്കൽ ജോലി എന്താന്ന് തമ്പുരാ ഒരുക്കിയേക്ക്, അത് കാണാൻ നിന്റെ കണ്ണ്. ആ ഭാഗം എല്ലാം വിടുക. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചോ, ഒരിക്കൽ പോലും നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്ന് ദൈവം തുറന്നിട്ടിട്ടുണ്ട്. നീ കേട്ട പ്രവചനവും നീ വായിച്ചപ്പോൾ കിട്ടിയ വാക്യവും ഒക്കെ നിന്നെ അവിടേക്ക് എത്തിക്കുന്നതാ. ഒരാമയും പറഞ്ഞാട്ട്, യോസഫേ, സൂര്യനും ചന്ദ്രനും വരെ വണങ്ങുന്ന ഒരന്തരീക്ഷത്തിലേക്ക് നീ വരാൻ പോവാ. ഇപ്പോഴത്തെ പൊട്ടക്കുഴി നിന്റെ അവസാനമല്ല. ഓ താങ്ക് യു ലോർഡ്. ദൈവം ഒരുക്കിയിട്ടത് യേശുവിന്റെ നാമത്തില് ചെന്നിട്ടില്ല നീ, പക്ഷെ ചെല്ലാൻ പോവാ. ആത്മാവ് ബന്ധപ്പെടുക 2026 തന്നെ. കൃപ 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 കൃപ. ഇപ്പൊ ചില ശരീരത്തുനിന്ന് രോഗാത്മാക്കൾ ഇറങ്ങിപ്പോവുക. ഓപ്പറേഷന് വിധി പറഞ്ഞ ചില കേസുകളെ ദൈവം തൊടുക. ഇന്ന് പകൽ നിന്റെ കാലിന്റെ മുട്ട് ഓപ്പറേഷൻ ചെയ്യാതെ ഹീലാകുന്നു. കർത്താവ് ഇതിനകത്തൂടെ ഇറങ്ങി നടക്കുക. Glory to God. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക, ചില ദിവസങ്ങളായി നിന്നെ അലട്ടുന്ന ആ പ്രശ്നത്തിന്റെ പരിഹാരം ദൈവം തുറന്നു കഴിഞ്ഞു. ഇന്നത്തെ പ്രാർത്ഥന തുറന്നത് കാണാൻ നിന്റെ കണ്ണ് തുറക്കുക. ദൈവം തുറന്നത് കാണാൻ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. അതുകൊണ്ടാ
മൂലയ്ക്ക് ബ്ലൂ ഷർട്ട് ഇട്ട ബ്രദർ ഒന്ന് കൈവക്കണം. നിന്റെ അടുക്കൽ ദൈവം വന്ന് നിൽക്കുക. ലോർഡ്, ദൈവം നിനക്ക് വേണ്ടി ശ്രേഷ്ഠമേറിയതൊന്ന് തുറന്നിട്ടിട്ടുണ്ട്. നീ ഒരു വഴി തുറക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവനാ. എന്നെ നോക്കിയേ, ഞാൻ പറയുന്നത് ശരിയാണോ? ലോർഡ്, അത് ദൈവം തുറന്നിട്ടിട്ടുണ്ട്. ആ തുറന്നിട്ടത് കാണാൻ നിന്റെ ബ്രദറെ, ഒരു വിളക്ക് കത്തിച്ചാൽ കാറ്റതിനെ കെടുത്താതിരിക്കാൻ 2 കൈ കൊണ്ടും പൊത്തിപ്പിടിക്കണം. ഇടയ്ക്കിടയ്ക്ക് നീ കത്തും, ഇടയ്ക്കിടയ്ക്ക് നീ കെടും. ഈ അന്തരീക്ഷം പൊട്ടുക. എന്നാൽ വിളക്കിന്റെ തീ മാത്രമേ കാറ്റ് കെടുത്തൂ. എന്നാൽ വലിയ തീ കാറ്റടിക്കുമ്പോൾ ആളിക്കത്തും. ഇതുപോലെ നിന്റെ അകത്തൊരു തീ ഇന്നത്തെ പ്രാർത്ഥന വീഴാൻ പോവാ. നിന്റെ വീടിനോട് ബന്ധപ്പെട്ട സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട ചില പോരാട്ടങ്ങൾ നിന്റെ വീടിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക. കാലപ്പഴക്കം തന്ന ചില മന്ത്രവാദങ്ങൾ നിന്റെ കുടുംബത്തെ കാർന്ന് തിന്നോണ്ടിരിക്കുക. ജീസസ്, മന്ത്രവാദിയുടെ വടി മോശയുടെ വടിയെ അല്ല വിഴുങ്ങിയത്. മോശയുടെ വടി മന്ത്രവാദികളുടെ പാമ്പിനെയാ വിഴുങ്ങിയത്. ഈ ദിവസങ്ങളിൽ മന്ത്രവാദികളുടെ പാമ്പിനെ വിഴുങ്ങുന്ന മോശയുടെ വടി. ഓ രമന, നിന്റെ വീട്ടിലുള്ളവർ സർപ്പങ്ങളെ സ്വപ്നം കാണും. നിന്റെ വീടിനകത്ത് സർപ്പത്തിന്റെ പൊത്തുപോലെ കുടുങ്ങിയിരിക്കുന്ന ബന്ധനങ്ങളുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ ഇവിടെ ദൂത് പറയുമ്പോൾ ചില സർപ്പത്തിന്റെ പൊത്തുവിട്ട് ചില ദുഷ്ടശക്തി ദൈവം ഒരിക്കത് കാണാൻ പോവാ. ദൈവം ഒരിക്കത് കാണാൻ പോവാ. ചിലരോട് പരിശുദ്ധമ പറയാ, ദൈവം ഒരുക്കിയത്. ഞാന് ആത്മാവിൽ കാണുന്ന ഒരു കാഴ്ച പറയാം. ചില വിഷയത്തിൽ അകാരണമായി ഭാരപ്പെട്ട് ഇരിക്കുന്നവർ ഇതിനകത്തുണ്ട്. ദൈവം എന്നോട് പറയാ, ഇന്ന് നീ ഭാരപ്പെടണ്ട. ദൈവം ഒരുക്കിയത് നീ ഭാരപ്പെടുന്ന വിഷയത്തിനേക്കാൾ ശ്രേഷ്ഠമേറിയതാ. അത് കാണാൻ നിന്റെ കണ്ണിന്ന് തുറക്കാൻ പോവാ. പൗലോസ് പറഞ്ഞ പോലെ നിന്റെ ഹൃദയ ദൃഷ്ടി. ദൈവത്തിന് നിന്റെ കാര്യത്തിൽ ഇടപെടാൻ ആഗ്രഹമുണ്ട്. മനുഷ്യരിടപെട്ടാൽ നടക്കാത്തൊരു കാര്യം. അതുകൊണ്ടാണ് നീ ഇന്നിവിടെ പ്രേയറിന് വന്നേക്കുന്നത്. പക്ഷെ അത് ദൈവം ഇടപെട്ടാ നടക്കും. എന്നോട് കർത്താവിന്റെ ആത്മാ പറയാൻ, എന്റെ കരുതൽ ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കാൻ പോകും. നീ ഒരു വിഷയത്തിന് മേൽ നിലവിളിച്ച് കരയും. ആ നിലവിളിക്കുന്ന വിഷയം മോളിൽ ദൈവം സീൽ ചെയ്യുക. നിങ്ങൾ ആ നിലവിളിക്കുന്ന വിഷയം മനുഷ്യൻ ഇടപെട്ട നടക്കുന്ന കാര്യമല്ല. ദൈവം ഇടപെട്ടാലേ നടക്കൂ. ഇന്ന് ആ ദൈവത്തിന്റെ കരം ചലിച്ചു നിന്റെ വീട് ആനന്ദ ഭവനമാകത്തക്കവണ്ണം. എവിടൊക്കെയോ ചില ജപ്തികൾ ക്യാൻസൽ ആകുന്നു. എവിടൊക്കെയോ ചില വീട് സംബന്ധിച്ച് സാമ്പത്തിക കുരുക്ക് വീണ് 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 ജപ്തിയുടെ വക്കത്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവൊക്കി പിടിച്ചേ. 9 പേര് ഇതിനകത്തുണ്ടെന്നാ കർത്താവ് കാണിക്കുന്നേ. ജീസസ്, എത്ര കൈ ഉയർന്നെന്ന് എനിക്കറിയത്തില്ല. 1, 2, ജീസസ്, 3, 4, 5, 6, 7, 8, 9 കൈയും കറക്റ്റ് പൊങ്ങിയിട്ടുണ്ട്. ജീസസ്, ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവുക യേശുവിന്റെ നാമത്തില്. ഇതിനകത്ത് ചിലരോട് ദൈവം പറയാ, ദൈവത്തിന്റെ കരുതൽ നീ കാണാൻ പോവുക. ദൈവത്തിന്റെ കരുതൽ നീ അറിയാൻ പോവുക. ദൈവത്തിന്റെ യേശുവിന്റെ നാമത്തില്. ജീസസ്, അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ ജപ്തി മാറട്ടെ എന്ന്. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാ, അതിൽ 4 പേർക്ക് ജീസസ് ദൈവം ഒരുക്കി വെച്ചത് ഇപ്പോൾ തെളിഞ്ഞു വരും. ഒരാളെ കുറിച്ച് ദൈവം പറയാ, വയലിൽ നിധി ഒളിഞ്ഞിരിക്കുന്ന പോലെ
നിന്റെ ഭൂമിക്കകത്തൊരു നന്മ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഈ ദിവസങ്ങളിൽ തെളിഞ്ഞു വരാൻ പോവാ. എനിക്ക് വിഷൻ തലം തുറക്കുക. 1-2 മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ചോ. നിന്റെ വസ്തു സംബന്ധിച്ച് ചില ക്രയവിക്രയങ്ങൾ നടക്കാൻ പോവാ. യേശുവിന്റെ ആത്മാവിനോട് പറയുന്നു, ഇതുവരെ ചിന്തയിൽ ഇല്ലാത്തൊരു കാര്യം. ഒരാമയും പറഞ്ഞാട്ട് ദയവായിട്ടിരുന്ന നമുക്ക് ദൂതിന്റെ പ്രധാന ഭാഗത്തോട്ട് നമുക്കൊന്ന് വരാം. കർത്താവിന് സ്തോത്രം. അപ്പൊ ഒരു ഹാഗർ നിലവിളിക്കുക. ആ നിലവിളിയുടെ മറുപടി അവിടെ കൺമുമ്പിൽ വെളിപ്പെട്ടു. ഇനി ചിലരെ നിങ്ങൾ പഠിച്ചാൽ അവരുടെ നിലവിളി ഭൗതികതകൾക്കല്ല, ആത്മീകതകൾക്കാണ്. ആത്മീകമായി വളരണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന എത്ര പേരുണ്ട്? ഒത്തിരി പേരുണ്ട്. ഈ ചിലര് സക്കായിയെ പോലെ ഈ അത്തിയുടെ മേളി ഇരുന്നാ വിളിക്കുന്നത്. എനിക്ക് അത്തിയുടെ മേളി ഇരിക്കുകയും വേണം, അനുഗ്രഹം വേണം താനും. വെറുതെയാ. കുറെ നാൾ അത്തിയുടെ മേളി ഇരിക്കുമ്പോൾ നീ താഴെ ഇറങ്ങും. ഇപ്പോഴേ ഇറങ്ങുന്നല്ലേ, വേണ്ട മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ആത്മീകത എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ള കാര്യമാണ്. ഭൗതികതയ്ക്ക് 2ാമത്തെ സ്ഥാനമാണ്, ആത്മീകതയ്ക്ക് 1ാമത്തെ സ്ഥാനം. കേട്ടോ, ആ ചെറുപ്പക്കാരൻ മൈക്കിൽ കൂടെ പാസ്റ്റർ പറഞ്ഞ കേട്ടായിരുന്നു നിങ്ങള്. സ്തോത്രം. അവൻ ഗൾഫിൽ നിന്ന് അവധിക്ക് വന്നേച്ച് ഇന്ന് മീറ്റിങ്ങിന് വന്നത് അവന്റെ ദീപം ഒന്ന് കത്തിക്കാൻ വേണ്ടിയാ. അവൻ വരുന്നില്ല. ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ഹൃദയത്തിലെ ആത്മീകതയ്ക്ക് എത്ര സ്ഥാനമുണ്ട്? ഇന്ന് മുഴുവൻ പോകുമ്പോ നീ പുത്തൻ അഭിഷേകം കൊണ്ടേ പോകാവൂ. ദാവീദ് പറയാ, കർത്താവേ, എന്റെ മുമ്പിൽ തടസ്സമുണ്ട്, എന്റെ മുമ്പിൽ മതിലുണ്ട്, എന്റെ മുമ്പിൽ സൈന്യമുണ്ട്, പക്ഷെ എന്റെ ദീപത്തെ ഒന്ന് കത്തിച്ചാൽ. എന്റെ പ്രാർത്ഥന കേട്ടോ. ഇവിടെ ഉള്ളവർക്കെല്ലാം ഓടി ഉണ്ടാകണേ, ബെൻസ് ഉണ്ടാകണമെന്നല്ല, ഇവിടെ ഉള്ളവർക്കെല്ലാം കൃപാവരം ഉണ്ടാകട്ടെ. പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ, കൃപാവരം പ്രാപിക്കാൻ കൊതിയുണ്ടോ എന്ന് ചോദിച്ചു. എന്താ പ്രാപിക്കാനാ? ഉറക്കെ പറഞ്ഞേ. ഗ്ലോറി. ഒരു വിക്കനായ ഒരു ചെറുക്കൻ എൻ്റെ അടുക്ക യോഗത്തിന് വന്നപ്പോ എന്നെ പേപ്പർ എഴുതി തന്ന അഭിഷേകം പ്രാപിക്കണോ. അവൻ എന്താ പ്രാപിക്കണമെന്ന്? വിക്കൻ അഭിഷേകം പ്രാപിക്കണം. ഒരു സൈൻ ഇട്ട് കൊടുത്ത അവന് കാശാ, നല്ല ജോലിയാ, പക്ഷെ അവൻ എന്താ വേണം? പക്ഷെ അഭിഷേകം പ്രാപിച്ചവൻ വിക്കും മാറും. ഒരാമി വരുന്നില്ല. ഞാനിത് വിട്ടിരിക്കുന്ന ചിലരോട് പറയാം, ആത്മീകത്തിനാ 1ാം സ്ഥാനം, ഭൗതികത്തിനല്ല, ആത്മീകത്തിനാണ്. ആത്മീകം ഉണ്ടായ ഭൗതികം വന്നോളും. ഒരു കോടീശ്വരനായ മനുഷ്യന് ഞാനും കൂടെ സംസാരിച്ചപ്പോ പുള്ളി എന്നോട് പറയാ, പാസ്റ്ററെ, ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പ്രസിദ്ധനാ, പക്ഷെ ദൈവസന്നിധി വട്ടപൂജ. എന്നാ കാരണം? എന്നാ, 3 പിള്ളേരുണ്ട്, ഒരുത്തം പോലും പാടാനും പ്രാർത്ഥിക്കാനും ഇല്ല. എന്നോട് പറയാ, കാശ് ആർക്ക് വേണം പാസ്റ്ററെ? ആത്മീയമില്ലാത്ത 3 പിള്ളേരും കോടികളും ഉണ്ടാകുന്ന ആർക്കാ? ആത്മീയം ഉണ്ടായിട്ട് ഓലപ്പന മതി പാസ്റ്ററെ. ഒരാമീൻ പറഞ്ഞാട്ട്. നിന്റെ കുഞ്ഞ് എഞ്ചിനീയറും ഡോക്ടറും കളക്ടറും ആയില്ലേലും നിന്റെ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നവനായാൽ, നിന്റെ മോള് പ്രാർത്ഥിക്കുന്നവളായാൽ, നിന്റെ മോൻ പ്രാർത്ഥിക്കുന്നവനാൽ നീ മഹാഭാഗ്യവാനാ. എനിക്കറിയാം, സ്ഥിരമായിട്ട് ചില മാതാപിതാക്കള് പ്രാർത്ഥിക്കാൻ വരുമ്പോ എന്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വരും. എന്തോ പ്രാർത്ഥന? എന്റെ പിള്ളേര് സ്നാനപ്പെടണം, എന്റെ പിള്ളേർ അഭിഷേകം പ്രാപിക്കണം, എന്റെ പിള്ളേര് യൂത്തിനിടയിൽ ഒരു റിവൈവൽ ഉണ്ടാക്കണം. കേട്ടോ, എത്ര നല്ല പ്രാർത്ഥനാ വിഷയ. അവന് അമേരിക്കയിൽ ഒരു ജോലി കിട്ടണമെന്നല്ല, ഇപ്പൊ അമേരിക്ക ഉള്ളവരല്ല ഇന്ത്യ ജോലി തീർക്കുക. മിണ്ടുന്നില്ല. എന്തോ മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ ഈ ദൂത് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. അമ്മി, ഇവിടെ ഇരമ്യാവ് പറയുകയാണ്, അമ്മി, ദൈവം രാത്രിയുടെ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക. എന്നിട്ട് പറയാം, നിങ്ങളുടെ ഹൃദയം വെള്ളം പോലെ ദൈവം. ഒന്ന് വായിച്ചേ വിലാപങ്ങളുടെ പുസ്തകം. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? 2 കപ്പുകൾ വെച്ചു. ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലോട്ട് വെള്ളം പകരുന്ന പോലെ
നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് പകരണം. നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ 1-2 കൊച്ചു വാക്യങ്ങൾ വായിക്കണം. ഇതിലൂടെ വായിക്കാൻ പോയ എപ്പോൾ യോഗം തീരുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ വളരെ ചുരുങ്ങിയ വാക്യങ്ങളിൽ അത് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കാം. ദാവീദ് പറയുകയാണ്, 62 സങ്കീർത്തനം 8 വാക്യം, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവീൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവീൻ. അവന്റെ മുമ്പിൽ പകരുവീൻ. പകരുവീൻ. എങ്ങനെ ഹൃദയം പകരുന്നേ? പാട്ട് പാടുമ്പോൾ നമ്മൾ ബഹളം വെക്കും, പ്രസംഗിക്കുമ്പോൾ ബഹളം വെക്കും. ഹൃദയം പകരുന്ന എങ്ങനെയാണെന്നറിയോ? ഹൃദയം പകരുന്നവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ഇത് പകരുകയാണ്. ഈ ദൂത് കേട്ട് ഹല്ലേലൂയ പറയുന്നതും അശ്രദ്ധരായിരുന്ന് ഹല്ലേലൂയ പറയുന്നതും കേട്ടാ അറിയോ? എന്നാലും ഞങ്ങളെല്ലാം കൂടെ ഒരിടത്ത് പ്രാർത്ഥിക്കാണ്ടിരിക്കുക. ഒരു ചെറുക്കൻ ഇടയ്ക്ക് ഹല്ലേലൂയ, എന്തിനാ? അവൻ വേറെ ലോകത്താ. ഇടയ്ക്ക് നമ്മളെ ബോധിപ്പിക്കാൻ ഹല്ലേലൂയ. നമുക്ക് ഒരു ഭാഗം മാത്രം വായിച്ചേച്ച് പ്രാർത്ഥിക്കാം. അടുത്ത ദൂതാണ് സ്തോത്രം. വീഥികളിലും തലക്കിലും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്നതിന്റെ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായി നിലവിളിക്ക്. അവിടാണ് ദൂത് പറയാനുള്ളത്. പോട്ടെ, അതിനി വേറൊരു ദിവസം പറയാം. ഞാൻ ഈ ഭാഗത്തോട്ടൊന്ന് വരട്ടെ. ഷൗമേന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥനയ്ക്ക് എഴുന്നേക്കാം. സ്തോത്രം. ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ഈ ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് വന്നാൽ പല ടൈപ്പിലുള്ള പ്രയർ കാണും. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ വന്നപ്പോ പല ടൈപ്പ്, ചിലര് ഭയങ്കരമായിട്ട് ആരാധിച്ച് പ്രാർത്ഥിച്ച് കരയുന്നതാണ്. ചിലരാണെങ്കിൽ ശാന്തമായ ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് ദൈവം പ്രവർത്തിക്കും, സൗകര്യമുണ്ട് ചെയ്യട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ട്. പിന്നെ വേറെ ചിലരുണ്ട്, ഞാൻ അല്പനേരം ഉറങ്ങി ആശ്വസിക്കട്ടെ എന്ന് പറയുന്നവരുണ്ട്. ഈ ഏലി പല ടൈപ്പിലുള്ള പ്രയറുകൾ. ഏലി നോക്കിയപ്പോ ഒരു പ്രാർത്ഥന ഇന്ന് വരെ ആ പള്ളി വന്ന ആരും ഇതുപോലെ. ഇപ്പൊ ഏലിക്ക് നോക്കിയപ്പോ തോന്നി ഇത് വീഞ്ഞ. ഏലി ഇവളോട് നമ്മൾ ഇപ്പൊ വായിച്ച വാക്യത്തിന് തൊട്ട് മോളത്തെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? ഏലി ചോദിക്കുക, എത്രത്തോളം നിനക്ക് ലഹരി പിടിച്ചിരിക്കുന്നു? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, അങ്ങനല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ഇത് വീഞ്ഞല്ല, എനിക്ക് മനോവ്യസനമുള്ളവളാ. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ഇവിടെ നടന്നറിയാമോ? ഞാൻ എന്റെ ഹൃദയം ദൈവത്തിന്റെ മുമ്പിൽ പകരുകയായിരുന്നു. ഇന്നു വരെ ഇങ്ങനൊരു പ്രാർത്ഥന ഏലി കണ്ടിട്ടില്ല. നിന്റെ വീട്ടുകാർ കാണാത്ത പ്രാർത്ഥന, നിന്റെ നാട്ടുകാർ കാണാത്ത പ്രാർത്ഥന, കൂടിയിരിക്കുന്നവർ കാണാത്തൊരു പ്രാർത്ഥന നിന്നിൽ നിന്ന് ഉയരട്ടെ. ഉടനെ ഏലിക്ക് മനസ്സിലായി, ഏലിക്ക് ഒരു തെറ്റ് പറ്റിയെന്ന്. അതിന് താഴത്തെ വാക്യം കൊണ്ട് വായിക്കാമോ? ഏലി അവളോട്, അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. പിന്നെ അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിന്റെ വ്യസനത്തിന്റെ ആധിക്യം കൊണ്ടാവുന്ന സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. എനിക്ക് മനസ്സിലായി ഏലിക്ക് കുഴപ്പം പറ്റിയത്. ഏലിവിന് അവസാനം ഒരു വാക്കാ, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാവട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാവട്ടെ. മതി. പിന്നെ വിളി മറുപടിയും കൊണ്ട് ഇതേ ഏലിയുടെ അടുക്ക വന്നു. എന്നിട്ട് ഏലിയോട് പറയുക, യജമാനനെ,
യജമാനനെ. എത്ര വാക്യ? 26. യജമാനനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്ന സ്ത്രീ യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ സമീപത്ത് നിന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കരഞ്ഞത് ഇവനായിട്ടാ. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ ഇവൻ എന്റെ കയ്യിൽ വന്നിരിക്കുകയാ. യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ഒരു ആമീൻ പറയണം. ഈ ദിവസങ്ങളിൽ ഹൃദയം പകർന്നാൽ മറുപടി കയ്യിൽ വരും. മറുപടി എടുത്തോണ്ട് നിന്നിച്ചവന്റെ മുമ്പിൽ ചെല്ലാൻ. ഓ കൃപകർത്താവേ, 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 കൃപകർത്താവേ. ചിലരോട് ഞാൻ പ്രവചിക്കുക, നിന്നെ നിന്നിച്ചവന്റെ മുമ്പിൽ നീ മറുപടിയുമാക്കി നിൽക്കുന്ന ദിവസങ്ങൾ വരുന്നു. നിന്നെ കളിയാക്കിയവന്റെ മുമ്പിൽ, നിന്റെ പ്രാർത്ഥനയെ വിമർശിച്ചവന്റെ മുമ്പിൽ, നിന്റെ ഉപവാസത്തെ ചോദ്യം ചെയ്തതിന്റെ മുമ്പിൽ, നിന്റെ പ്രാർത്ഥനയെ തടഞ്ഞവന്റെ മുമ്പിൽ ഇതാ മറുപടിയും കൊണ്ട് നീ നിൽക്കുന്ന ദിവസങ്ങൾ. ഓ, ഞാനൊരു ശബ്ദം ഇവിടെ കേൾക്കുക. ഇനിയും നിന്നിച്ച് തല കുനിക്കേണ്ടി വരത്തില്ല. ചിലരെ നോക്കി ദൈവം സംസാരിക്കുക. ഏത് സ്ഥലത്ത് വെച്ച് നീ നിന്ന ചുമന്നോ അതേ സ്ഥലത്ത് വെച്ച് തന്നെ നീ മറുപടി ഉയർത്തി പിടിച്ചുകൊണ്ട് സാക്ഷ്യം പറയും. ഇവന് വേണ്ടി ഞാൻ നിലവിളിച്ചു, ഇവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, അവനെ ദൈവം എനിക്ക് ഒരു പ്രവചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ലോർഡ്, മറുപടി ലഭിക്കത്തില്ലെന്ന് നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ നിന്റെ മറുപടി നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റുള്ളവർ നോക്കി നിൽക്കെ നീ ആലയത്തിൽ വരുന്ന വെളിപ്പാട് അതാധാരമാകാം. ജീസസ്, അത് നിന്റെ കുഞ്ഞിന്റെ വിവാഹക്കുറി ആയിരിക്കാം, അത് നിന്റെ പ്രോപ്പർട്ടിയുടെ പ്രമാണമായിരിക്കാം, അത് നിന്റെ കുഞ്ഞ് പ്രാപിച്ച കൃപാവരമായിരിക്കാം, അത് നിന്റെ വാഗ്ദത്ത സന്തതി ആയിരിക്കാം. എന്തോ ഒരു കാര്യം നീ കയ്യിൽ എടുക്കത്തക്ക രൂപത്തിൽ നിന്റെ കയ്യിൽ ഒറ്റ കാര്യം നിലവിളിച്ച് ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നാൽ നിനക്ക് ലഭിക്കുന്ന വിടുതൽ ശ്രേഷ്ഠകരമായിരിക്കും. ചിലരുടെ ചങ്കത്ത് വന്ന് ഈ ദൂത് അടിക്കുക. താങ്ക് യു ലോർഡ്. അർത്ഥം നിന്റെ വിടുതലിന്റെ സമയമായി. ശത്രു കൊണ്ടുവന്ന പദ്ധതിയെല്ലാം തകിടം മറിക്കാൻ പോവാ. പെനീനായെ നിന്റെ ഗൂഢതന്ത്രം പൊളിയാൻ പോവാ. ഏലിയെ നിന്റെ മങ്ങിയ കാഴ്ചപ്പാടിന്റെ മുമ്പിൽ ഇതാ മറുപടിയുടെ ശബ്ദം. ഈ 2-3 ദിവസം അടുപ്പിച്ച് യോഗം വെക്കുന്ന എന്തിനാന്ന് ചോദിച്ചാ, 3 ദിവസം കണ്ടിന്യൂ ആയിട്ട് ഒരേ സബ്ജക്റ്റിലൂടെ ദൂത് കയറിപ്പോകുമ്പോൾ 3-ാം ദിവസം എത്തുമ്പോൾ അത് വിടുതലിനെ പ്രസവിക്കുന്ന യോഗമായിരിക്കും. ഞാൻ ഈ മെസ്സേജ് ആശീർവാദം പറയുന്നതിന് പറയട്ടെ. ഒരപ്പൻ ഒരു സ്ഥലത്തിരുന്ന് കരഞ്ഞു ഒരു മോന് വേണ്ടി. ആ അപ്പന്റെ കരച്ചിന്റെ മറുപടി അതേ ബെഡ്റൂമിനകത്തിരിക്കുമ്പോൾ അവൻ ജനാലകളിലൂടെ കണ്ടു. ഗ്ലോറി. ഏത് ആലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോ അതേ ആലയത്തിൽ ഹന്ന മറുപടിയുമായി വന്നു. ഏത് വീട്ടിൽ ലാസറിനെ പുതപ്പിച്ച് കടത്തിയോ അതേ വീട്ടിൽ ലാസറിനെ വെള്ള ഉടുപ്പിച്ച് യേശു പന്തിയിൽ ഇരുത്തി. എന്തോ നിന്റെ കണ്ണിന് വിശ്വസിക്കാൻ പറ്റാത്തത് ഈ ദിവസങ്ങളിൽ നടക്കാൻ പോവാ. നിന്റെ കാതിന് വിശ്വസിക്കാൻ പറ്റാത്തത് ഇതൊന്നും വ്യക്തികളല്ല ചെയ്യുന്നത്, സർവശക്തനായ ദൈവമാ. യേശുവേ,